എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന LDC സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ദ വേൾഡ് ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ENIAC. ആദ്യത്തെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ENIAC. കമ്പ്യൂട്ടർ യുഗത്തിന് തുടക്കമിട്ട കമ്പ്യൂട്ടറായ ENIACിൻ്റെ പൂർണ്ണ രൂപമാണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റിജർ ആൻഡ് കമ്പ്യൂട്ടർ എന്നത്. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ വില്യം മൗച്ച്ലിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോൺ ആഡം പ്രെസ്പർ എക്കഡ് ജൂനിയർ ആയിരുന്നു ENIACിന് പിന്നിൽ പ്രവർത്തിച്ചത്. ചോദ്യം, ദ വാല്യൂ ഓഫ് 1 പെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു. ഒരു പെറ്റാബൈറ്റിൻ്റെ മൂല്യം ഇതിന് തുല്യമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 1024 TB. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സ്ഥലമാണ് മെമ്മറി. മെമ്മറി യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൈനറി ഡിജിറ്റ് എന്നാൽ 1 ബിറ്റാണ്. 4 ബിറ്റുകൾ ചേർന്നാണ് ഒരു നിബിൾ ഉണ്ടാകുന്നത്. 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ് എന്ന് വിളിക്കും. 1024 ബൈറ്റുകളാണ് 1 കിലോ ബൈറ്റ് അല്ലെങ്കിൽ 1 KB. 1024 KBകളാണ് 1 MB അഥവാ 1 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റുകൾ ചേർന്നാണ് 1 GB അല്ലെങ്കിൽ 1 ജിഗാബൈറ്റ്. 1024 GB എന്നാൽ 1 TB ആണ്, അതായത് 1 ടെറാബൈറ്റ്. 1024 TB ആണ് 1 പെറ്റാബൈറ്റ്, അഥവാ 1024 TB ഈസ് ഈക്വൽ ടു 1 PB. അടുത്ത ചോദ്യം, ASCII എന്നാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ 7 ബിറ്റുകൾ ഉപയോഗിച്ച് ഒരു അക്ഷരവും പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ASCII കോഡിൻ്റെ പൂർണ്ണ രൂപമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സർക്കാർ ഒരു സ്റ്റാൻഡേർഡ് കോഡായി അംഗീകരിച്ച ASCII വ്യാപകമായി യൂസ് ചെയ്യപ്പെടുന്നു. ഇതിൽ ഓരോ അക്ഷരത്തിനും വ്യത്യസ്ത പൂർണ്ണസംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട്. ASCII കോഡ് എന്ന് വിളിക്കുന്ന ഈ സംഖ്യ മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിനായി ബൈനറി സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് A എന്ന അക്ഷരത്തിൻ്റെ ASCII കോഡ് 65 ആണ്. ഇതിന് തുല്യമായ 7 ബിറ്റ് ബൈനറിയാണ് 1000001. 7 ബിറ്റുകൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ 128 കോമ്പിനേഷൻ ഇതുകൊണ്ട് സൃഷ്ടിക്കാനാവും. അതായത് 7 ബിറ്റ് ASCII ഉപയോഗിച്ച് 128 അക്ഷരങ്ങളുടെ കോഡുകൾ ഉണ്ടാക്കാം. ഓരോ അക്ഷരത്തിനും 8 ബിറ്റ് ഉപയോഗിക്കുന്ന അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ASCII 8 അഥവാ എക്സ്റ്റെൻഡഡ് ASCII. 8 ബിറ്റ് ASCII കൊണ്ട് 256 വ്യത്യസ്ത അക്ഷരങ്ങളുടെ കോഡുകൾ ഉണ്ടാക്കാം. സാധാരണ കീബോർഡിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും കോഡ് നൽകുവാൻ ASCII കോഡ് മതിയാകും. അടുത്ത ചോദ്യം, വിച്ച് കമ്പനി മാനുഫാക്ചേഴ്സ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആപ്പിൾ ആണ്. ആപ്പിളാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നത്. മൈക്രോസോഫ്റ്റ് നിർമ്മിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ? താഴെ പറയുന്നവയിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ഒരു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറാണ്. ഡോക്യുമെൻറ്റുകൾ നിർമ്മിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾ. MS വേർഡ്, അബി വേർഡ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ആപ്പിൾ വർക്ക് പേജസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വിൻഡൺ ഗ്രേ സർഫാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ദ ടേം സൈബർ സ്പേസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സൈബർ സ്പേസ് എന്ന പദം അവതരിപ്പിച്ച ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വില്യം ഗിബ്സൺ ആണ്. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സൃഷ്ടിച്ച ഒരു യഥാർത്ഥമല്ലാത്ത പരിതസ്ഥിതിയാണ് സൈബർ ഇടം അഥവാ സൈബർ സ്പേസ്. സൈബർ ഇടം എന്ന പദം സൃഷ്ടിച്ചത് കനേഡിയൻ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരൻ വില്യം ഗിബ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വകഥയായ ബേണിംഗ് ക്രോമിൽ 1982 ഇത് പരാമർശിച്ചിട്ടുള്ളത്. യഥാർത്ഥ ലോകത്തിലില്ലാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടക്കുന്ന ഒരു ലോകത്തെ പ്രതിനിധാനം ചെയ്യാൻ അദ്ദേഹം സൈബർ സ്പേസ് എന്ന പദം ഉപയോഗിച്ചു. സൈബർ ഇടം എന്നത് പൊതുവായ ഒരു മായാലോകമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ക്രീപ്പറാണ്. 1970കളുടെ തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്ത ക്രീപ്പർ വൈറസാണ് ചരിത്രത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. ബോബ് തോമസ് ആണ് ക്രീപ്പറിൻ്റെ സൃഷ്ടാവ്. ആദ്യ ആൻറ്റി വൈറസ് ടൂളാണ് റീപ്പർ. ക്രീപ്പറിനെ റിമൂവ് ചെയ്യാനായിരുന്നു റീപ്പർ ടൂൾ ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, ദ ടേം FOSS ഈസ് അസോസിയേറ്റഡ് വിത്ത്.
FOSS എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അഥവാ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് FOSSൻ്റെ പൂർണ്ണരൂപം. ഉപയോഗിക്കുന്നതിനും പകർപ്പെടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്താവിന് സ്വതന്ത്രം നൽകുന്ന സോഫ്റ്റ്വെയറാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ. 4 തരത്തിലുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ FSF നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം 0 അഥവാ ഫ്രീഡം 0 ഏത് ആവശ്യത്തിനും ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 1 സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 2 പ്രോഗ്രാമിൻ്റെ പകർപ്പുകൾ പുനർവിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 3 പ്രോഗ്രാമിനെ നവീകരിക്കാനും നവീകരിച്ചവയെ പുറത്തിറക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ ചിലതാണ് GNU ലിനക്സ്, ജിംബ് തുടങ്ങിയവ. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈബർ ക്രൈം? താഴെ പറയുന്നതിൽ ഏതാണ് സൈബർ കുറ്റകൃത്യമല്ലാത്തത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൻറ്റിവൈറസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു സൈബർ കുറ്റകൃത്യമല്ല. കമ്പ്യൂട്ടറുകളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും ഒരു ടൂളായോ അവയെ ഒരു ലക്ഷ്യമായോ അതുമല്ലെങ്കിൽ അവ ഒരു കുറ്റകൃത്യം നടത്തുന്നതിനുള്ള സ്ഥലമായോ ഉപയോഗിക്കുന്നതിനാണ് സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഫിഷിംഗ്, ഹാക്കിംഗ്, സേവന നിഷേധം അഥവാ ഡിനയൽ ഓഫ് സർവീസ് എന്നിവ സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു. അനുവാദമില്ലാതെയുള്ള കമ്പ്യൂട്ടർ ഉപയോഗം, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, നിയമാനുസൃതമല്ലാത്ത ഡൗൺലോഡ്, അശ്ലീല ചിത്രങ്ങൾ, സൈബർ ഭീകരവാദം, വൈറസുകൾ, ഉപയോഗശൂന്യമായ ഇമെയിലുകൾ അഥവാ സ്പാമുകൾ എന്നിവയൊക്കെ കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങൾ പെടുന്ന പ്രവർത്തനങ്ങളാണ്. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായി 3ആയി തരംതിരിക്കാം. വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഭരണകൂടത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെ. വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അഥവാ സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് ശാരീരികമോ മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മറ്റൊരാളുടെ സൈബർ ഇടത്തിലെ പ്രവൃത്തി സൈബർ കുറ്റകൃത്യമായി കണക്കാക്കും. സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും, സ്വകാര്യതാ ലംഘനം, അശ്ലീല വസ്തുക്കളുടെ വ്യാപനം തുടങ്ങിയവ വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു. അടുത്തത് സ്വത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്, സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ക്രെഡിറ്റ് കാർഡ്, ഭൗതിക സ്വത്ത് എന്നിങ്ങനെയുള്ള സ്വത്തുക്കൾക്കെതിരെ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളാണ് സ്വത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഹാക്കിംഗ്, സോഫ്റ്റ്വെയർ മോഷണം, വസ്തുവകകൾ മനഃപൂർവ്വം നശിപ്പിക്കൽ, സൈബർ ഇടത്തിൽ നുഴഞ്ഞുകയറ്റം, കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങൾ അനധികൃതമായി കൈവശപ്പെടുത്തൽ എന്നിവയെല്ലാം സ്വത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്. അടുത്തത് ഭരണകൂടത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്, സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈബർ ഭീകരത അഥവാ സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ് അഥവാ വെബ്സൈറ്റ് വികൃതമാക്കൽ, അറ്റാക്സ് അഗെയിൻസ്റ്റ് ഗവേണൻസ് വെബ്സൈറ്റ് എന്നിവ ഭരണകൂടത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ്. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന LDC സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.